ഒന്നാമത് ഈ സാംസ്കാരിക നായകർ എന്നുള്ള പേരിന് തന്നെ വല്ല അർത്ഥമുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ പേരുമൊക്കെ അതിൻ്റെ കൂടുതൽ വരാറുണ്ട്. അതിൽ വരാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാനൊരു സംസ്കാരവും ഇല്ലാത്ത ആളാണ്. അതല്ല പ്രശ്നം. ആ വിഭാഗത്തിൽപ്പെട്ട സംസ്കാരം എനിക്കില്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിലെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ചിന്തകർ ഒക്കെ സ്വതന്ത്ര നിലപാടുള്ള ആളുകളായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ വി ഡി സതീശനാണോ, പിണറായി വിജയനാണോ, മോഡിയാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതല്ല. കൃത്യമായ സ്വതന്ത്ര നിലപാടുണ്ടായിരിക്കണം. അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടായാൽ അത് വലിയ തോതിലുള്ള നാശമുണ്ടാകും. ഞാൻ മഹാകവി വൈലോപ്പിള്ളിയുടെ വളരെ പ്രസിദ്ധമായ പലതവണ കോട്ട് ചെയ്തിട്ടുള്ള ഒരു വരിയുണ്ട്. ഞങ്ങളല്ലത്, ഞങ്ങളെപ്പോഴും ഒരു സൗവർണ പ്രതിപക്ഷം എന്നാണ്. അദ്ദേഹം EMS രാജിവെച്ച് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട് ഇറങ്ങി പോന്നപ്പോൾ എഴുതിയ ഒരു കവിതയാണ് 1959 ഏതാണ്ട് ഇപ്പോൾ 70 വർഷം തികയാണ് കവിത. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം അധികാരത്തിലിരുന്നപ്പോൾ ഞങ്ങൾ ആഘോഷിച്ചില്ല. കാരണം ഇവിടെ സ്വർഗം വന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഞങ്ങളത് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അങ്ങയെ ഞങ്ങൾ ആദരിക്കുന്നു. കാരണം കേന്ദ്രം വളരെ തെറ്റായ രീതിയിൽ, ധാർമ്മികമായും നിയമപരമായും രാഷ്ട്രീയമായും തെറ്റായ രീതിയിൽ അങ്ങയെ പിരിച്ചുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയ്ക്ക് അഭിവാദനം എന്നാണ് വൈലോപ്പിള്ളി പറഞ്ഞത്. ഞാൻ വൈലോപ്പിള്ളിയുടെ കൂടെയാണ് അക്കാര്യത്തിൽ. പാർട്ടി പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നേതാവ്, ഇപ്പോൾ പാർട്ടി പോലുമല്ല, നേതാവിന് വേണ്ടി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇന്ന് സാംസ്കാരിക നായകർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഇപ്പോൾ ഇവിടെ ചോദിച്ച 2 വിഷയങ്ങൾ, ഒന്ന് മെറ്റയാണ്, ഒന്ന് മിസയാണ്. മെറ്റയും മിസയും നമ്മൾ എങ്ങനെ കാണണം? മെറ്റയെ സംബന്ധിച്ചിടത്തോളം സതീശനെതിരായ പോസ്റ്റുകളൊക്കെ പോകുന്നു എന്നാണ് പല ചാനലുകൾ പരാതി പറഞ്ഞത്. സത്യത്തിൽ അതിൽ സതീശൻ എന്തെങ്കിലും ഇടപെട്ടിരുന്നു? സതീശൻ 10 പ്രാവശ്യം പത്രസമ്മേളനം നടത്തി ചോദിച്ചതാണ്, എൻ്റെ എന്തെങ്കിലും ഇടപെടൽ, ഈ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഇടപെടൽ അതിലുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ, ഇതിന് പരാതിയുമായി നിങ്ങൾ പോവുകയാണെങ്കിൽ ഗവൺമെന്റ് നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന നിലപാടാണ് സതീശൻ എടുത്തത്. ഇതിനു മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും, സതീശന്റെ തന്നെ ഒരു ഇന്റർവ്യൂ മെറ്റ റിമൂവ് ചെയ്തു ഇലക്ഷൻ കാലത്ത്. പിന്നെ തിരിച്ചു വന്നു. മനോരമ ചാനലുമായി നടത്തിയ ഒരു ദീർഘമായ ഇന്റർവ്യൂ പിണറായി വിജയനും എല്ലാവരും നടത്തിയിരുന്നു. അതിൽ സതീശൻ എന്ന് പ്രതിപക്ഷ നേതാവ് എന്നല്ലേ, അത് മെറ്റ പോയി. അന്ന് CPM-കാരൊന്നും മിണ്ടിയില്ല. അതെങ്ങനെ പോയി എന്നൊന്നും ചോദിച്ചില്ല. CPM-കാര് പരാതി കൊടുത്തു എന്നാണ് നമ്മൾ കേൾക്കുന്നത്, ഇലക്ഷൻ നിയമം അനുസരിച്ച്. അതുപോലെ വേറെ ചില സംഭവങ്ങളുണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ ഇവിടെ സതീശന്റെ ഭാഗത്തുനിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഇടപെടൽ കൊണ്ടാണ് മെറ്റ ഇത് പിൻവലിച്ചത് എന്ന രൂപത്തിൽ വലിയ തോതിൽ സാംസ്കാരിക നായികമാർ ഒക്കെ രംഗത്ത് വന്നു. ഇപ്പൊ അത് പൊളിഞ്ഞു പാളീസായി എന്ന് മാത്രമല്ല, മെറ്റ തന്നെ വളരെ കൃത്യമായി വിശദീകരണം കൊടുത്തു. അവരുടെ ഓരോ വിഷയത്തിലും ലോക്കൽ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്നറിയാൻ AI ഉപയോഗിച്ച് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ വന്ന തെറ്റാണ്, അത് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞ ആ പോസ്റ്റുകളൊക്കെ തിരിച്ചു വന്നു. സാംസ്കാരിക നായകന്മാർ ഇതിനെപ്പറ്റിയൊന്നും മിണ്ടില്ല. ആദ്യം പറഞ്ഞവർ ഇപ്പം മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്ന അവരുടെ മാന്യത. ഇനി നമുക്ക് മിസയിലേക്ക് വന്നാൽ, മിസ എന്ന വിഷയം നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് നടപ്പാക്കിയ, അല്ലെങ്കിൽ അന്ന് പ്രാബല്യത്തിൽ ശക്തമായി കൊണ്ടുവന്ന ഒന്നാണ് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്. ഇന്നത്തെ പോഡായും ടാഡായും ഒക്കെ പോലെയുള്ള സംഗതികളാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങൾ അന്ന് നടപ്പാക്കുകയും ഒരുപാട് പേരെ വലിയ തോതിൽ അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ചെയ്തു. ഒരുപാട് കേസുകൾ അത് സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ADM ജബൽപൂർ കേസൊക്കെ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഏതായാലും ഒരു കാരണവും കാണിക്കാതെ നിങ്ങളെ ജയിലിലിടാം, സർക്കാരിന് ആഭ്യന്തര സുരക്ഷ എന്ന പേരിൽ. കാരണം അടിയന്തരാവസ്ഥയുടെ ഘട്ടമാണ്. ഒരുപാട് നേതാക്കന്മാരെ പല രീതിയിൽ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജയപ്രകാശ് നാരായണനും മൊറാർജി ദേശായിയും വാജ്പേയിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ, അതുപോലെ ജോർജ് ഫെർണാണ്ടസിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ കേരളത്തിൽ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ക്രൂരമായും മർദ്ദിക്കുകയും ചെയ്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു, ചിലരെയൊക്കെ വെറുതെ പുറത്തുവിട്ടു. ഞാനും കുറച്ചു കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ്. മിസ തടവ് പ്രകാരം രാജൻ, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ രാജന്റെ കൊലപാതകവും പിന്നെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ മിസ വലിയ തോതിലുണ്ട്. ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം, ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും ശക്തമായി എതിർനിന്ന 1974 റെയിൽവേ സമരത്തിന് നേതൃത്വം നൽകുകയും നിരവധി വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്ത ജോർജ് ഫെർണാണ്ടസ് എന്ന സോഷ്യലിസ്റ്റ് നേതാവ്. ആ സോഷ്യലിസ്റ്റ് നേതാവാണ് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രുവായത്. ഇത് ഒരുപാട് കാലം ഒളിവിൽ പോയി എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പല പേരുകളിൽ കേരളത്തിലടക്കം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളെയും മിസ് അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പീഡിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, തമ്പാൻ തോമസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നേതാവാണ്. 19 മാസത്തോളം ജയിലിൽ കിടന്ന ആളാണ്. കാരണം അദ്ദേഹം മറ്റ് സോഷ്യലിസ്റ്റുകളുടെ പോലെയല്ല,
തമ്പാൻ തോമസിനൊപ്പം ഉറച്ചു നിന്നു തൊഴിലാളി സമരങ്ങളിൽ. ഇപ്പോഴും വീറോടെ തൊഴിലാളി സമരങ്ങളിൽ നിലപാടെടുക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇതിന് മുമ്പ് കർണാടകയിൽ ഉണ്ടായൊരു സംഭവമാണ് ഇതിനാധാരം. കർണാടകയിൽ ഇദ്ദേഹത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജോർജ് ഫെർണാണ്ടസിന്റെ വളരെ അടുത്ത സോഷ്യലിസ്റ്റ് പാതയിൽ സഞ്ചരിക്കുന്ന ഒരു നടിയായിരുന്നു സ്നേഹലത റെഡ്ഡി. അവർ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കന്നഡ തെലുങ്കൊക്കെ ഉണ്ട്. സംസ്കാര എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് അവർക്ക് ദേശീയ അവാർഡ് നടി എന്ന നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്നേഹലത റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അറസ്റ്റ് ചെയ്ത് മിസ അനുസരിച്ച് കൊണ്ടുപോകുന്നു. കാരണം അവർ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് എന്നുള്ളത്, ജോർജ് ഫെർണാണ്ടസിന്റെ. അവരുടെ മകളൊക്കെ പിന്നെ നന്ദിതയൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് ചർച്ച ചെയ്തതാണ്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിടുകയും, ഇവർക്ക് ആസ്മ രോഗിയായിരുന്നു, വലിയ തോതിൽ ഇവർക്ക് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, വേണ്ടത്ര പരിഗണന ഇവർക്ക് കിട്ടിയില്ല. കാരണം അവിടുത്തെ ഒരു ഇത് വെച്ച് അവസാനം ഇവരെ ജയിലിൽ നിന്ന് വിടുന്നു. അത് അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ്. വിട്ട് പിറ്റേ ദിവസമായിട്ട് അവർ മരിക്കുന്നു. വളരെ ക്രൂരമായി. സ്നേഹലത റെഡ്ഡിയുടെ കഥയൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പൊ ആ വിഷയമാണ് ഡിവൈഎഫ്ഐയുടെ ഒരു നാടകമായി അവർ അവതരിപ്പിച്ചത്. അപ്പൊ ചിന്നു എന്ന് പറയുന്ന നടി, ചിലങ്ക എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവരാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം, ഇതിൽ ഇവരുടെ വേഷമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇവരുടെ വേഷം എന്ന് പറഞ്ഞാൽ അവരൊരു ബിക്കിനിട്ടാണ് വന്നത്. ഒരു ബിക്കിനിട്ട് ഒരു സിനിമയിലോ നാടകത്തിലോ വരിക എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ കുഴപ്പമാണെന്ന് ഞാൻ ഒരിക്കലും കാണുന്നില്ല. അതൊരു പ്രശ്നമേ അല്ല. കാരണം നമ്മുടെ തെരുവിൽ തന്നെ കുട്ടികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കൊക്കെ നല്ല ധൈര്യമായി, പഴയ കാലത്തെ പെൺകുട്ടികളൊന്നും അല്ല ഒന്നത്. അപ്പോൾ അതുകൊണ്ട് നഗ്നചിത്രങ്ങൾ കാണിച്ച് ഡിവൈഎഫ്ഐ ആളെ കൂട്ടുന്നു എന്ന രൂപത്തിലുള്ള വിമർശനമാണ് വലതുപക്ഷ, പ്രത്യേകിച്ചും സംഘപരിവാർ ഭാഗത്തു നിന്നും വളരെ ശക്തമായി ഉയർന്നു വന്നത്. ഡിവൈഎഫ്ഐ ആളെ കൂട്ടാൻ എങ്ങനെ? കാരണം നമ്മുടെ കപട സദാചാരം അങ്ങനെയാണ്. ഇപ്പോ സിനിമയിൽ അത് ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കൊരു പ്രശ്നമല്ല. മറ്റിടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ. ഇപ്പൊ സ്വിമ്മിങ് സൂട്ട് ഇട്ട സ്ത്രീകളുടെ എത്രയോ സിനിമകളും ന്യൂസുകളും ഒക്കെ നമ്മൾ കാണുന്നു. ആരെങ്കിലും അയ്യോ വലിയ കുഴപ്പമാക്കി എന്ന് പറയാറുണ്ടോ? അതില്ല. അതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരം സദാചാരത്തിന്റെയും കച്ചവടത്തിന്റെയും കേന്ദ്രമായി കാണുന്ന ആളുകൾക്കാണ് ഇതിൽ വലിയ പ്രശ്നമുണ്ടായിട്ടുള്ളത്. അത് പണ്ട് നമുക്ക് പോലീസിൽ ഇതുപോലെ സ്ത്രീകൾക്ക് ട്രൗസർ ഇടണം എന്നാവശ്യപ്പെട്ട്, പുരുഷന്മാരന്ന് ട്രൗസർ ആയിട്ടില്ല, സ്ത്രീകളെ പുരുഷന്മാരെ പോലെ ട്രൗസർ ഇടണം, ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല, സാരി പോരാ എന്ന് പറഞ്ഞു പോയ വിനയ എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവകാരിയായ പോലീസുകാരി, അവർ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അവർ വളരെ ശക്തമായി ആവശ്യപ്പെട്ടു. അന്ന് പറഞ്ഞത് സ്ത്രീകൾ ട്രൗസർ ഇട്ടാൽ ആണുങ്ങൾക്ക് പ്രശ്നമാവുന്ന. അപ്പോൾ ഇവര് മറുപടി പറഞ്ഞു, ആണുങ്ങൾ ട്രൗസർ ഇട്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെതിരെ വന്ന വിമർശനങ്ങളിൽ 100% തള്ളിക്കളയുന്ന ഒരാളാണ്. വിമർശനം തെറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല, ആദ്യം മുതൽ. കാരണം ഒരു നടിയാണ്, അവരുടെ ശരീരം അവരുടെ അവകാശമാണ്. ഇപ്പോൾ ബൂലൻ ദേവി സിനിമയിൽ നഗ്നയായിട്ട് ബൂലൻ ദേവി അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ന്യൂഡ് സംഗതി വന്നു. ഇപ്പൊ ന്യൂഡ് വരുന്നത് ന്യൂഡാണ് സിനിമയ്ക്ക് ആവശ്യമെങ്കിലാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, മറുവശത്ത് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ഉയർത്തുന്ന ഒരു കാര്യം, സ്നേഹലത റെഡ്ഡിയെ അങ്ങനെ നഗ്നയാക്കി നിർത്തുകയോ വസ്ത്രാക്ഷേപം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ സുലോചന പോലെയുള്ള ചില ആളുകളൊക്കെ അത് ചെയ്തിട്ടുണ്ട്, നക്സലൈറ്റാന്ന് പറഞ്ഞിട്ട്. ഇവരതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വേഷം വേണമെന്ന്. അത് കലാകാരിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനോ വിമർശിക്കാനോ അല്ല സർക്കാർ തീരുമാനിച്ചു. സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രി വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഞങ്ങൾ നാടകം നടത്തുന്നവരോടൊപ്പമാണ് എന്ന് പറഞ്ഞു. ഇത് കേരളത്തിൽ അപൂർവമാണ്. ഞാൻ തിരിച്ചു ചോദിക്കാം, യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പരിപാടി നടത്തി ഡിവൈഎഫ്ഐ ആണ് മറുവശത്തെങ്കിൽ ഡിവൈഎഫ്ഐ പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഈ സാംസ്കാരിക നായകന്മാരൊക്കെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അപ്പുറത്ത് വരും. ഞാൻ പറഞ്ഞു വന്നത്, ഈ സാംസ്കാരിക നായകന്മാർ പാർട്ടി വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇപ്പോൾ സാംസ്കാരിക മന്ത്രി അവർ പറയുമ്പോൾ വലതുപക്ഷക്കാരാണല്ലോ നമ്മുടെ ദൃഷ്ടിയിൽ, ഇവരെ ഇടതുപക്ഷവും പുരോഗമനവും മറ്റൊരു പിന്തിരിപ്പനുമാണ്. പക്ഷേ അങ്ങനെ ഒരു സാംസ്കാരിക മന്ത്രി അത് പറയുകയും സർക്കാർ അതിനെ പിന്താങ്ങുകയും സർക്കാരിന്റെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് പറയാൻ ഒരു സാംസ്കാരിക നായികയോ നമ്മൾ കാണുന്നില്ല. ഗവൺമെന്റ് നിലപാടാണ് ശരി എന്ന് പറയാൻ, അവിടെയാണ് പ്രശ്നം. അതാണ് ഇവരുടെ പാർട്ടിസാൻ നിലപാടായി നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അത് പാർട്ടിസാൻ അല്ല നിങ്ങളാവേണ്ടത്. നിങ്ങൾ യഥാർത്ഥ സാംസ്കാരിക നിലപാടാണെങ്കിൽ
ഇക്കാര്യത്തിൽ ഗവൺമെൻറ് എടുത്ത നിലപാട് ശരിയാണെന്ന് പറയണം. PC വിശ്വനാഥിൻ്റെ നിലപാട്, സാംസ്കാരിക മന്ത്രിയുടെ നിലപാട് ശരിയാണെന്ന് പറയാനും കൂടി ധൈര്യം കാണിച്ചാൽ പറ്റും. പക്ഷെ അതിന് പിണറായി വിജയൻ പിണങ്ങുമോ എന്ന ചോദ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സാംസ്കാരിക നായകരെന്നല്ല, നിങ്ങൾ ഒരു ഇടതുപക്ഷ അടിമകളാണ് എന്ന് പറയേണ്ടി വരും.